ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് വിളകളൊക്കെ കാണിച്ചു തരാം. എൻ്റെ ബാക്ക് യാർഡിൽ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കാരണം ഈ വർഷം വെതർ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും കാ ഒന്നും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി സെപ്റ്റംബർ ആവാൻ പോകുന്നു. അപ്പോൾ ഇനിയിപ്പം എന്തായാലും പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വൈകിട്ട് ബാക്ക് യാർഡിലോട്ട് കുറച്ച് മുളക് പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം. കാരണം ഞാൻ ഈ വർഷം എൻ്റെ ബാക്ക് യാർഡിലെ കൃഷികളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട്, അതിൻ്റെ വീഡിയോസ് നേരത്തെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇതുവരെയും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ബെജി മുളകാണ്. അതിങ്ങനെ കുറച്ച് വിളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി അതിൽ നിൽക്കട്ടെ, പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതെൻ്റെ കുറേ ലെറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാനിത് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശരിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ഡിന്നറിന് എടുക്കുമായിരുന്നു. പിന്നെ ഇതെല്ലാം നമ്മുടെ ടൊമാറ്റോസാണ്. അപ്പോൾ ഈ ടൊമാറ്റോസും ഇപ്രാവശ്യം എനിക്കറിയില്ല എന്താണെന്ന്, വെതറിൻ്റെ ഇത് കാരണമാണോ എന്തോ നന്നായിട്ട് പിടിച്ചില്ല. പിന്നെ ഇത് കുറച്ച് ഉലുവ പാകിയതാണ് കേട്ടോ. അത് പിന്നെ ഇത് നമ്മുടെ പടവലമാണ്. അപ്പോൾ പടവലവും പാവലും ഒരുമിച്ചാണ് നിൽക്കുന്നത്. കാരണം പടവലം ഞാൻ പാവലെന്നും പറഞ്ഞാണ് നട്ടത് കേട്ടോ അതിൻ്റെ കൂടെ. കാരണം അതിൻ്റെ ഇല കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് പാവലാണെന്ന്. പക്ഷേ പടവലം പിടിച്ചിട്ടില്ല, പാവൽ പിടിച്ച് നിൽപ്പുണ്ട്. അതും എടുക്കാറായിട്ട് നിൽക്കുവാണ്. പക്ഷേ എനിക്ക് എല്ലാം എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അപ്പോഴപ്പോഴും പോയി പറിച്ചെടുത്ത് കുക്ക് ചെയ്യാനാണ്. ഇതെൻ്റെ വാട്ടർ മെലനാണ് കേട്ടോ. ഏറ്റവും സങ്കടമായിപ്പോയ ഒരു കാര്യമാണ് ഇത്. കാണുന്നത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം 5-6 വാട്ടർ മെലൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം വലുതായി. ഞാനിങ്ങനെ എല്ലാ ദിവസവും നോക്കിയിരിക്കും. ഓരോ ദിവസം ഞാൻ വെള്ളം ഒഴിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അത് തറയെ കിടക്കുന്നു. എനിക്ക് ഇത്തിരി സങ്കടമായിപ്പോയി. കാരണം വെയിറ്റ് കാരണമാണെന്ന് തോന്നുന്നു അത് പൊട്ടി വീണത്. അതോ ഇനി എന്തെങ്കിലും കയറി കടിച്ചിട്ടതാണോ എന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങ് ഒത്തിരി സങ്കടമായിപ്പോയി. കാരണം അത് വിളയണമെങ്കിൽ കുറച്ചുകൂടി ഒരു 2 ആഴ്ചയും കൂടെ നിൽക്കണമായിരുന്നു. എന്നാലും ഞങ്ങൾ മുറിച്ച് കഴിച്ചപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതേ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഒരു തടി വെച്ച് ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സുക്കിനിയാണ് ഇത് കേട്ടോ. വേണ്ട, അതും ഏതാണ്ട് എടുക്കാറായിട്ട് നിൽക്കുകയാണ്. ഇത് ഇനിയും വലുതാവും, പക്ഷേ അപ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് മുറ്റിപ്പോവും ഇത്. അപ്പോഴേ ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങ് എടുക്കാമെന്ന്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ കൃഷിയൊന്നും നന്നായിട്ട് വന്നിട്ടില്ല കേട്ടോ ഈ വർഷം. പിന്നെ എനിക്കിതേ വേറൊരു സുക്കിനി അതിൻ്റെ അകത്ത് നിൽക്കുന്ന, അതും ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു സുക്കിനിയാണ്. കണ്ട വാട്ടർ മെലനാണെന്ന് തോന്നും കേട്ടോ. വാട്ടർ മെലനല്ല കണ്ട ഇത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ തണ്ണിമത്തനെ പോലെ ഇല്ലേ, അതല്ല, ഇത് ശരിക്കും സുക്കിനിയാണ്. ഇതും കുറച്ചായി കേട്ടോ, വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. പക്ഷെ അത് ഞാൻ എടുക്കുന്നില്ല, അത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കൊണ്ടുവയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ. അപ്പോൾ ഇത് ക്യാബേജാണ് കേട്ടോ. മൊത്തം വയലറ്റ് ക്യാബേജും ഉണ്ട്, സാദാ ക്യാബേജും ഉണ്ട്. പക്ഷേ അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, കുറച്ചുകൂടെ വേണം, സമയം വേണം. അത് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്യുക്കമ്പറാണ്. അതും ക്യുക്കമ്പർ എനിക്ക് തോന്നുന്നു കുറച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ക്യുക്കമ്പർ പറിക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. അത് ഏതാണ്ട് അതും റെഡിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ഈ വർഷം നമുക്ക് വളരെ മോശമായിരുന്നു വെതർ. കാരണം ജൂൺ മൊത്തം തണുപ്പായിരുന്നു കേട്ടോ. അങ്ങ് തണുപ്പ് കാരണം നമ്മൾ ഇത് എനിക്ക് മാത്രമല്ല എല്ലാവരും പറയുന്നു, വെച്ച വിള എല്ലാം നന്നായിട്ട് വന്നിട്ടില്ല. പിന്നെ ചീരയും ഒരു തരം അങ്ങനെ പുഷ്ടിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ പച്ചച്ചീരയും ഉണ്ട്. ഇത് പോക്ക് ചോയാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇല. ഇപ്പം അത് പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറേ ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതും നമുക്ക് 3 മാസം വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ഒക്ടോബറൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിൽക്കട്ടെ. അതൊക്കെ വിൻ്റർ വെജിറ്റബിൾസാണ്. അപ്പോൾ അതും ക്യാബേജും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അത് പതുക്കെ പറിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ ഒന്നും കാണില്ല. പിന്നെ നമ്മുടെ പച്ചച്ചീരയില്ലേ, അതും പറിക്കാറായി നിൽക്കുന്നു. അപ്പോൾ അത് എടുക്കണം, ഇനി കട്ട് ചെയ്യണം. അത് സെലറിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ നട്ടിരിക്കുന്നത്. സെലറി 1-2, കാരണം സ്ഥലക്കുറവും ഉണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ചാകുമ്പോഴത്തേക്കും നന്നായിട്ട് വരത്തില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 3 വർഷം മുമ്പ് എനിക്ക് നന്നായിട്ട് വരുമായിരുന്നു എൻ്റെ വിളകളെല്ലാം. പക്ഷേ എന്ത് പറ്റിയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴെല്ലാം അങ്ങോട്ട് നന്നായിട്ട് വരുന്നില്ല. ഒരു പുഷ്ടിക്കുറവ് എല്ലാത്തിനും. ഇത് നമ്മുടെ ഇതാണ് സുക്കിനി ഇല്ലേ, സുക്കിനിയല്ല, സോറി, നമ്മുടെ ലോക്കി എന്നൊക്കെ പറയില്ലേ,
അതാണ് കേട്ടോ, ബോട്ടിൽ ഗോഡ് എന്നൊക്കെ പറയും. അത് ദേ പിടിച്ച് വരുന്നുണ്ട്, അതിൽ കാ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റായില്ലേ. ഇതിപ്പം ഓഗസ്റ്റായി. സാധാരണ ജൂലൈയിലൊക്കെ ഇത് ശരിക്കും കാ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇതെല്ലാം എൻ്റെ സ്ട്രോബെറീസ് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും പുറത്തിറങ്ങുമ്പോൾ കിട്ടും. പക്ഷേ ഇപ്പം ഇച്ചിരി ചെറുതാണ്. മറ്റേ ആദ്യമൊക്കെ നല്ല വലിയ കായായിരുന്നു. പിന്നെ എന്താ മുളക് മൊത്തം എന്തോ കയറി കടിക്കുന്നുണ്ട്. അണ്ണാനാണോ, പിന്നെ ഇവിടെ റക്കൂണൊക്കെ ഉണ്ട് രാത്രി. ഇതൊക്കെ ഈ വേലി കൂടെ ചാടി വരും. എല്ലാം മണ്ട വെച്ച് വെട്ടിയിട്ടിരിക്കുന്നു. ആകെ പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമാണ്. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വിഷമമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് വേറെ ഒന്നും കിട്ടാനല്ല, എങ്കിലും ഒരു സന്തോഷം മനസ്സിന് കേട്ടോ. നാട്ടിലൊക്കെ ചെയ്യുന്നവരുടെ അടുത്തൊന്നും ഇല്ല നമുക്ക്. എങ്കിലും നമ്മൾ ഈ തണുത്ത രാജ്യത്തും ഈ സ്നോയുടെ രാജ്യത്തൊക്കെ ഇതൊക്കെ ചെറി ടൊമാറ്റോസ് കേട്ടോ. ഈ സ്നോ ഉള്ള രാജ്യങ്ങളിൽ നമ്മളൊരു 3 മാസത്തേക്കൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് താല്പര്യമുള്ളവരാണ് കേട്ടോ, അവർക്ക് അറിയാം, താല്പര്യമുള്ളവർക്കറിയാം. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് സ്ട്രോബെറീസ് നിൽക്കുന്നത് കേട്ടോ, അതാണ് ഞാൻ പറിക്കുന്നത്. പിന്നെ ഇതാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, അത് തനിയെ കിളിർത്ത് വന്നതാണ്. എനിക്ക് തോന്നുന്നു അത് മറ്റേ എന്തോ ഫ്രൂട്ട്സിൻ്റെ എന്തോ ആണ് എന്തോ. പിന്നെ ഇത് മൊത്തം എൻ്റെ മിൻ്റാണ് കേട്ടോ, പുതിനയാണ്. പിന്നെ ഞാനൊരു 4 തൈ കോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും 4 എണ്ണം പിടിച്ചിട്ടുണ്ട്. കിട്ടുമോയെന്ന് ഇനി അറിയില്ല. അത് മൊത്തം ഈ അണ്ണാൻ കയറി വെട്ടി കളയും, കഴിച്ച് കളയും കേട്ടോ. അതുകൊണ്ട് അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമല്ല. പിന്നെ ഞാൻ കുറേ നമ്മുടെ കണക്കുള്ള കത്തിരിക്ക വെച്ചിട്ടുണ്ടായിരുന്നു, പല സൈസിലുള്ള കത്തിരി ഇപ്രാവശ്യം. അതും ഞാൻ ഇതേപോലെയുള്ള ബക്കറ്റുകളിലാണ് വെച്ചത്. അതുകൊണ്ട് നന്നായിട്ട് വന്നു. പക്ഷെ തറയിൽ വെച്ചാൽ ഇത് നന്നായിട്ട് വരത്തില്ല കേട്ടോ. ഞാൻ 2 വർഷം മുമ്പ് അങ്ങനെ വെച്ചിട്ട് ഒന്നും വന്നിട്ടില്ല. ഇപ്രാവശ്യം ഇതിലൊക്കെ വെച്ചപ്പം നന്നായിട്ട് വരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ പെപ്പർമിൻറ്റ്, കുറച്ച് മിൻറ്റുകൾ, പെപ്പർമിൻറ്റ്, റോസ്മേരി, പിന്നെ ഇത് നമ്മുടെ പാഴ്സലിയാണ്. പാഴ്സലി 2 തരം പാഴ്സലി, ഇതും പാഴ്സലിയാണ്. 2 തരം പാഴ്സലി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബേസിലാണ്. എന്താണെന്ന് പറയുക, ഈ വർഷം അതിൻ്റെ അകത്ത് ഒരു തരം വണ്ട് കേട്ടോ, ഒരു വണ്ട് കയറി അതിൻ്റെ ഇല മൊത്തം കഴിക്കുന്നത്. എനിക്കറിയത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ 2 കൊല്ലമായിട്ട് വിളയൊന്നും നല്ലോണം വരുന്നതേ ഇല്ല. ഇത് ക്യാപ്സിക്കം ആണ് കേട്ടോ, അത് ഇനി വലുതാവണം. ഇതും ക്യാപ്സിക്കം തന്നെയാണ്. അതിൽ വരുന്നതേ ഉള്ളൂ, മുളക് വരുന്നു അങ്ങനെ. പിന്നെ ബാക്കിയൊക്കെ മുളകുകൾ തന്നെയാണ് കൂടുതലും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കാന്താരി മുളകാണ് കേട്ടോ. എനിക്ക് സിന്ധു തന്നതാണ്, എൻ്റെ ഫ്രണ്ട്. പക്ഷേ ഇതുവരെയും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലൊരു പിന്നെ ചീരയുടെ വിത്ത് കൂടെ കിളിർക്കുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു, പറിച്ച് കളഞ്ഞില്ല, അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. പിന്നെ കത്തിരി, പല വെറൈറ്റി കത്തിരി വെച്ചിട്ടുണ്ട്. ഈ കത്തിരി കണ്ടോ, ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ വളരെ നേർത്ത് വന്നിട്ട് ഇങ്ങനെ നല്ല നീളം വെച്ച് പോകുന്നു ആ ഒരു കത്തിരി. അത് കൊള്ളാം, കാണാൻ കൊള്ളാം കേട്ടോ. ഇനി എങ്ങനെ വരുമെന്നറിയില്ല, നോക്കട്ടെ. പിന്നെ അല്ലാതെ നമ്മുടെ ഒരു പച്ചക്കത്തിരി ഉണ്ട്, ഒരു ഉണ്ടക്കത്തിരി എന്ന് പറയും, അതുണ്ട്. പിന്നെ ഇത് ഹാലപ്പിനോ ആണ് കേട്ടോ. ഹാലപ്പിനോയുടെ ഇപ്രാവശ്യം സാധാരണ ഹാലപ്പിനോ ഒക്കെ നല്ല വലുതായിട്ട് എനിക്കിവിടെ ഉണ്ടാകുന്നതാണ്. ഇപ്രാവശ്യം ഒരുതരം കുരുടിച്ച പോലെ നിൽക്കുന്നു. കാരണം ജൂൺ മൊത്തം തണുപ്പായിരുന്നു, ജൂലൈയിലൊക്കെ മഴയും, പിന്നെ 2-3 ദിവസം ചൂടുണ്ടായിരുന്നപ്പോൾ ഭയങ്കര ചൂട്, അങ്ങനെയായിരുന്നു. വളരെ മോശമായിരുന്നു വെതർ. നാട്ടിലെ പോലെയൊക്കെ തന്നെ കേട്ടോ. ഇവിടെയും അങ്ങനെ വെതറൊക്കെ വളരെ മോശമായിട്ടാണ്. ഒരു വർഷം നന്നായിട്ട് വരുമെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം പോക്കാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്ക് എൻ്റെ ബാക്ക് യാർഡിൽ ഞാനിങ്ങനെ കൃഷി ചെയ്തിട്ടൊന്നും അങ്ങോട്ട് നന്നായിട്ട് വരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി, അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ എന്തോ സങ്കടമാണ്, നന്നായിട്ട് വരുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. എങ്കിലും ഞാൻ ചെയ്യും കേട്ടോ, എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് എല്ലാ വർഷവും വാങ്ങിച്ച് വയ്ക്കും. പിന്നെ ഇവിടെ കുക്കിങ്ങിനായിട്ട് വാങ്ങിച്ച പൊട്ടറ്റോസാണ് കേട്ടോ, അത് മൊത്തം കിളിർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മൊത്തം ഇതിലോട്ട് ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മൊത്തം ഇങ്ങനെ കിടക്കുക. അതും 3 മാസം വേണമെന്ന് തോന്നുന്നു. ഇപ്പോഴൊന്നും എന്തായാലും പറിക്കുന്നില്ല, അത് സ്നോയൊക്കെ വീടാറാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ഉള്ളത് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് എടുത്തതന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
സാധാരണ ഞാൻ ബീട്രൂട്ട് എപ്പോഴും താഴെയാണ് വെക്കുന്നത്. ഇപ്രാവശ്യം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ടും ഒക്കെ നമുക്ക് ലേറ്റായിട്ടേ പറിക്കാൻ പറ്റും, ഒക്ടോബറിലേക്കേ പറിക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ അതിൽ എന്തെങ്കിലും കാണത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇല ഞാൻ എടുത്ത് തോരൻ വെക്കാറുണ്ട് കേട്ടോ, നല്ല നല്ല ഗുണമുള്ളതാണ്. അത് കണക്ക് പച്ചമുളക്, കൂടുതലും പച്ചമുളകാണ് വെച്ചിട്ടിരിക്കുന്നത് ഇപ്രാവശ്യം. അപ്പം നമുക്ക് സ്റ്റോർ ചെയ്യാം, വിൻ്ററിലേക്ക് എടുക്കാം. തക്കാളിയൊക്കെ മുമ്പൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് തക്കാളി ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എനിക്കറിയത്തില്ല, നന്നായിട്ടുണ്ടായിട്ടില്ല. അങ്ങനെയാണ്. എന്താ കാരണമെന്നറിയില്ല. ഒരു 3 കൊല്ലം മുമ്പ് ഭയങ്കരമായിട്ട് എനിക്ക് വിളകളുണ്ടാവുമായിരുന്നു. പക്ഷേ അത് എല്ലാവരും പറയുമായിരുന്നു, ഓ നന്നായിട്ട് വരുന്നു നന്നായിട്ട് വരുന്നെന്ന്. പക്ഷെ അതുകൊണ്ടാണ് അതിപ്പോൾ ഇപ്പോഴൊന്നും വരുന്നില്ല കേട്ടോ നന്നായിട്ട്. ഇത് പിന്നെ നമ്മുടെ മറ്റേ ഇതാണ്, പീസാണ് കേട്ടോ, ഗ്രീൻ പീസില്ലേ, അതാ സ്നോ പീസ് എന്ന് പറയും. അത് മേലോട്ട് വരുന്നില്ല, ഇങ്ങനെ കുറ്റിച്ചെടി പോലെ നിന്നിട്ട് അതിലിങ്ങനെ പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇളക്കിയെടുക്കാം, അതല്ലെങ്കിൽ ഞാൻ സാമ്പാറിലിടേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. അതിങ്ങനെ ഉണ്ടാകുന്ന ഞാൻ പറിച്ചെടുക്കാറുണ്ട് കേട്ടോ. അതിൽ വരാറുണ്ട്, കുറേ കിട്ടും ഇങ്ങനെ. അപ്പോൾ കിട്ടുന്ന എടുക്കും. അതുകൊണ്ട് ഇപ്പം ഒന്നും ഇല്ല, കുറവാണ് അതിൽ. അപ്പം സാമ്പാർ 2 ദിവസം മുമ്പ് വെച്ചപ്പോഴും അതിൽ നിന്ന് വന്ന് കുറച്ച് ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പീസ്, സ്നോ പീസ് എന്ന് പറയും. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം കാണിക്കുന്നത് എന്താ പറയുക, നമ്മുടെ പച്ച വഴുതനങ്ങയില്ലേ, നമ്മുടെ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇവിടെ കാനഡയിൽ സാധാരണ ഇന്ത്യൻ സ്റ്റോറുകളിലൊക്കെ കാണുന്നതാണ്. എനിക്കങ്ങ് പച്ച വഴുതനങ്ങ കഴിച്ചോളാൻ വയ്യാത്തതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നാട്ടിൽ പോയപ്പോൾ എൻ്റെ മാമിയുടെ നിന്ന് ഞാനൊരു അവിടെ പിടിച്ച ഒരു വഴുതനങ്ങ അതെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിവിടെ കൊണ്ട് വെച്ചിട്ട് എവിടെ പോയെന്നറിയില്ല. പിന്നെ വഴുതനങ്ങയെ ഇവിടെ എങ്ങും കാണുന്നില്ല, അതിൻ്റെ ഒരു തൈ പോലും കിട്ടത്തില്ലായിരുന്നു സമ്മറിൽ. അങ്ങനെ ഇരുന്ന് ഞാൻ ഈ വർഷം നോക്കിയപ്പം ഒരു ചൈനീസ് ഒരു സ്റ്റോറിൽ പോയപ്പോൾ എനിക്ക് പച്ച വഴുതനങ്ങയുടെ പിന്നെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് പിടിച്ച് വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് ഈ വഴുതനങ്ങ അങ്ങ് കഴിച്ചോളാൻ വയ്യാത്ത ഒരാഗ്രഹമായിരുന്നു. ഭയങ്കര കൊതി ഈ വഴുതനങ്ങ കഴിക്കാൻ വേണ്ടി. ഈ പച്ച വഴുതനങ്ങ പൊരിച്ചും പിന്നെ ഇങ്ങനെ നമ്മൾ തീയലൊക്കെ വെച്ച് കഴിക്കില്ലേ, കൊഞ്ചൊക്കെ ഇട്ട്, ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതൊരു ഡിഫറെൻ്റാണ്, ആരും കണ്ടു കാണത്തില്ല. ഇതൊരു മലേഷ്യൻ ചീരയാണ് കേട്ടോ, കങ്കോങ് എന്ന് പറയും. കങ്കോങ് ചീര എന്ന് പറയും. അത് ചൈനീസ് സ്റ്റോറുകളിലൊക്കെ ഉണ്ട്, പക്ഷേ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ വിഴുക്കാക്കാം, സൂപ്പറാണ്. അതും പറിക്കാറായിട്ട് ഇരിക്കുവാണ്, അതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചൈനീസ് ഒരു ഗാർഡൻ സെൻറ്ററിൽ പോയപ്പോൾ കിട്ടിയതാണ് കുറേ കാര്യങ്ങൾ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഈ കങ്കോങ് ചീരയുടെ തൈ നിൽക്കുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കോവയിലാണ് കേട്ടോ, എനിക്ക് കാണിക്കാൻ തന്നെ നാണക്കേടാണ്. സിന്ധുവാണ്, എൻ്റെ ഫ്രണ്ട് സിന്ധു തന്നതാണ്. സിന്ധുവിൻ്റെത് ഏതാണ്ട് ഇപ്പം ആവാറായി, എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ വർഷം എനിക്ക് കമ്പ് തന്നതാണ്, ഇപ്രാവശ്യം നന്നായിട്ടങ്ങനെ വന്നിട്ടുമില്ല. പിന്നെ ഇത്രയും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പറിച്ചുകൊണ്ട് വെക്കുന്നേക്കാൾ അപ്പോഴപ്പോഴും ആവശ്യമുള്ളത് നമുക്ക് പറിച്ചുകൊണ്ട് ഫ്രഷായിട്ട് വെക്കാമല്ലോ. അതുകൊണ്ട് ഇത്രയും ഞാൻ എടുത്തു. ഇനി ആവശ്യമുള്ളപ്പോൾ വഴക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാണ് പണി. കുറേ മണ്ണിടും, ഇളക്കും, വളമിടും, ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കും. അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.